വർദ്ധിച്ചു വരുന്ന രോഗാവസ്ഥയ്ക്ക് കാരണം ഭക്ഷണമാണെന്നറിയാം. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം ഒരു ഘടകമാണ്. വായുമലിനീകരണം അതിനേക്കാൾ വലിയ ഘടകമാണ്. ജലമലിനീകരണം അതിനേക്കാൾ വലിയ ഘടകമാണ്. വ്യായാമമില്ലായ്മ വലിയ ഘടകമാണ്. നമ്മുടെ കേരളീയ സമൂഹത്തെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 60% പേർക്കും വൈറ്റമിൻ ഡി കുറവാണ്. മാനസിക രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാന കാരണം വൈറ്റമിൻ ഡി കുറയുന്നതാണ്. നമ്മൾ പെട്ടെന്ന് വൈറ്റമിൻ ഡി കുറയുക എന്ന് പറഞ്ഞാൽ എല്ലുകളുടെയും മസിലുകളുടെയും വീക്ക്നെസ്സാണ് നമ്മൾ ഉടനെ പരിഗണിക്കുക. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എല്ല് ശക്തിയില്ലാത്തതാവും, മസിൽസ് വീക്കാവും എന്നാണ് പറയുക. ശരിയാണ്, എല്ലും മസിൽസൊക്കെ വീക്കാവും. അതിലുപരി നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും സ്വാധീനിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ സൂര്യപ്രകാശം വേണ്ടതുപോലെ നമ്മൾ കൊള്ളുന്നില്ല. നമ്മുടെ പൂർവികന്മാർ പ്രഭാതത്തിൽ അതുപോലെ സായം സന്ധ്യയിൽ സൂര്യ നമസ്കാരം പഠിപ്പിച്ചവരാ, സൂര്യാഭിമുഖമായി ഗായത്രി ചെയ്യാൻ പഠിപ്പിച്ചവരാ. ഇതൊക്കെ നമ്മൾ കൈവിട്ടു. നമ്മളെ ഭക്ഷണശീലങ്ങൾ നമ്മൾ കൈവിട്ടു. നമ്മുടെ നാട്ടിൽ വേണ്ടതല്ലാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, വിരുദ്ധാഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ രോഗം കൂടുകയല്ലാണ്ട് ചെയ്യുമോ? പിന്നെ പുക, അന്തരീക്ഷ മലിനീകരണം, അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. അത് സമാജം മൊത്തത്തിൽ ചിന്തിക്കണം. മാലിന്യം കുറയ്ക്കാനുള്ള വിദ്യകൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആവിഷ്കരിക്കുമ്പോൾ അത് വ്യക്തിഗതമായ താല്പര്യം കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിൽ. ഇതിൽ പരം എന്ത് പറയാനാ? പെട്രോളിയത്തിൽ ഓർഗാനിക് കമ്പോണൻസ് കൂട്ടണം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് മന്ത്രിയുടെ കുടുംബക്കാർ കരിമ്പ് ബിസിനസ്സിലുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്ന നാടായിപ്പോയി കേരളം. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് സാമാജികമായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാലിന്യ നിവാരണത്തിന് പരിശ്രമിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുക. തൃശ്ശൂർ, പാലക്കാട് ജില്ലക്കാർ പ്രത്യേകമായിട്ട് കരിമരുന്ന് ആരോഗ്യത്തോടു കൂടി എറണാകുളം ജില്ലയിലേക്ക് പോകാൻ അനുവദിക്കണേ. അതുകൊണ്ട് പറയട്ടെ, കരിമരുന്ന് നിർത്തിവെക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക. തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലേ അനുഭവിച്ചോളുക, അല്ലാണ്ടെന്താ. ശരി, സന്തോഷം.